ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഇവൻ എവിടുന്നോ അടി കിട്ടിക്കാണ്. കിട്ടിയ ചാൻസ് കളയണ്ട. അതൊക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണ ഇവന്മാരൊക്കെ. വയലൻസിനെ ഡിപ്പിക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് പോസ്റ്റ് മാർക്കോ റിലീസ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ ഇത് എനിക്കുള്ള പണിയാ. ഞാൻ വന്നപ്പോ മുതൽ ചെന്നായികൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. വയലൻസിന്റെ ഡെപ്പിക്ഷൻ അതിലുണ്ടാവുന്ന എഫക്ട് അതിനെ പറ്റി ഷൈൻ എന്താ വെച്ചാൽ? അത്ര ഭയങ്കര വയലൻസ് ഒന്നും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്. എന്താ ഉറക്കം വരുന്നു. അത്ര ഭയങ്കര വയലൻസ് ഒന്നും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ്. ഇന്ത്യ ഒരക്ഷരം പോലും തെറ്റിയില്ല. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എണീക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ആ ഇന്റർവ്യൂ മൊത്തമായിട്ട് കണ്ടവർക്ക് മനസ്സിലായി. ഞങ്ങൾ അങ്ങനെ ഒരു നമ്മളുടെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ ഒരു തമാശ പറഞ്ഞ് പോണതിന്റെ വീട്ടിൽ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ഇന്ത്യ നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഒരുപാട് പറയണില്ല, പറഞ്ഞതിൽ എന്തൊക്കെയായിരുന്നു? കുത്തിപ്പൊട്ടറൈ, കുറവനും കുറത്തി, രാജവാടിക്കം, ചോട്ടാ മുംബൈ. എന്തായാലും ഒരു കാര്യമുണ്ട് ബ്രോ, ദൈവമുണ്ട്, അത് നീതി തന്നെ നടപ്പിലാവുള്ളൂ. അതിൽ വിശ്വാസം. പണ്ടൊക്കെ ദൈവം പിന്നെ തരാമെന്നും പറഞ്ഞ് അവധി വെച്ചിരുന്നു. ഇപ്പൊ മൂപ്പരുടെ പേയ്മെന്റ് ഒക്കെ റെഡി ക്യാഷാ. ചെയ്ത ജോലിക്ക് അപ്പൊ കിട്ടും.